കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. Greetings to you all in the glorious name of our Lord and Savior Jesus Christ. കഴിഞ്ഞ ദിവസക്കാലം ലൈവിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് മഹാപീഡന കാലഘട്ടത്തിൻ്റെ 3 പിരിവുകളായി തിരിച്ചാണ് കഴിഞ്ഞ ദിവസം പഠിപ്പിക്കുവാനിടയായത്. ഒന്ന്, മഹാപീഡനത്തിൻ്റെ പൂർവാധിക്യത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങൾ, അഥവാ ആരംഭകാലത്തെ 3.5 വർഷത്തിൽ സംഭവിച്ചു തീരേണ്ടതായ ചില സംഭവങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ലൈവിൽ ഞാൻ ഓർപ്പിക്കുവാനിടയായത്. 2, മിഡിൽ ഓഫ് ദ ട്രിബുലേഷനിൽ മഹാപീഡനകാലത്തിന് മധ്യകാലങ്ങളിൽ സംഭവിക്കുന്ന ചില സംഭവങ്ങൾ. 3, മഹാപീഡന കാലഘട്ടത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ സംഭവിക്കുന്ന ചില സംഭവങ്ങൾ. അങ്ങനെ 3 തരംതിരിച്ചാണ് ഈ ഭാഗത്തെ പഠിപ്പിക്കുവാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെട്ട് ആരംഭിച്ചത്. ഒരിക്കൽ കൂടെ പീഡന കാലഘട്ടത്തിന്റെ മധ്യത്തിൽ, the middle period of the tribulation, ആ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ടതായ 3 കാര്യങ്ങളുണ്ട്. അവ ഞാനൊന്ന് ഓർപ്പിച്ച് ലാസ്റ്റ് പാർട്ട് കൂടെ ഇന്ന് കർത്താവ് ആലോചിച്ചാൽ ചിന്തിക്കുവാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടും. പീഡനകാലത്തിന്റെ മധ്യഭാഗത്ത് സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് 42 മാസക്കാലം ഇസ്രായേൽ ജനത്തിന് നടുവിൽ പ്രവചിച്ചുകൊണ്ടിരുന്ന പ്രവാചകന്മാരായ 2 ഒലിവ് വൃക്ഷങ്ങളായ 2 സാക്ഷികളായ മോശയും ഏലിയാവും, കഴിഞ്ഞ ലൈവിൽ അത് സമർത്ഥിച്ച് ഊന്നി പറയുവാൻ ഇടയായി തീർന്നല്ലോ. മോശയും ഏലിയാവും, അവർ 2 പ്രവാചകന്മാർ, വെളിപ്പാട് പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ 2 സാക്ഷികൾ, 2 ഒലിവ് വൃക്ഷങ്ങൾ എന്നൊക്കെയാണ് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം ഇവരെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. അവർ 2 പേരും തങ്ങളുടെ പ്രവചന കാലഘട്ടത്തിന്റെ അവസാനത്തെ പീരീഡിലേക്ക് വരികയും അങ്ങനെ ആ അവസാനത്തെ പീരീഡിൽ പ്രവചനത്തിന്റെ പീഡന കാലഘട്ടത്തിന്റെ മധ്യ സമയത്ത് ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന മഹാപുരുഷൻ ഇവരെ 3 പേരെയും ഇവരെ 2 പേരെയും കൊല്ലുകയും അവരുടെ ഡെഡ് ബോഡി യെരുശലേം എന്ന് പറയുന്ന മഹാനഗരത്തിൽ വെളിപ്പാട് പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോം എന്നും മിസ്രൈം എന്നും വിളിക്കപ്പെടുന്ന മഹാനഗരത്തിന്റെ തെരുവീതിയിൽ 3.5 ദിവസക്കാലം അവരുടെ ശരീരങ്ങൾ കിടക്കുമെന്നും അവരെ അടക്കുവാൻ ആരും സമ്മതിക്കത്തില്ല. കാരണം അവർ തങ്ങളുടെ പ്രവചന കാലഘട്ടത്തിൽ ജനത്തിന് മഹാപീഡനങ്ങൾ വരുത്തി വെച്ചതുകൊണ്ട് അവരെ അടുക്കുവാൻ അവർ സമ്മതിക്കാതെ, അങ്ങനെ ഈ ഒരു ഭാഗം സംഭവം അവിടെ നടക്കുകയും 3.5 ദിവസക്കാലം മുഴുവൻ യെരുശലേം എന്ന് പറയുന്ന പട്ടണത്തിന്റെ മഹാതെരുവീതിയിൽ ഈ 2 പ്രവാചകന്മാരുടെ ശവശരീരങ്ങൾ കിടക്കുകയും 3.5 ദിവസം കഴിയുമ്പോൾ, വെളിപ്പാട് 11-ാം അധ്യായത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഞാനിപ്പോൾ ഓർപ്പിക്കുന്നത്. 3.5 ദിവസക്കാലം കഴിയുമ്പോൾ
ഇവർ അവരുടെ കാലിൽ ഊന്നി നിൽക്കുകയും, അതിന് കാരണം യഹോവയായ ദൈവത്തിൽ നിന്ന് ജീവശാസ്ത്രം അവരിൽ വരികയും അവർ കാലൂന്നി നിൽക്കുകയും അവരെ കാണുന്ന ജനം പരിഭ്രാന്തരായി തീരുകയും ചെയ്യും. അങ്ങനെ പീഡനകാലത്തിന്റെ മധ്യത്തിൽ അവരോട് ഇവിടെ കയറി വരുവീൻ എന്നൊരു അരുളപ്പാടുണ്ടാകുകയും അങ്ങനെ അവർ സ്വർഗങ്ങളിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ വേദഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോം എന്നും ഇസ്രയേൽ എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ കിടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവരുടെ ഡെഡ് ബോഡി 3.5 ദിവസക്കാലം യെരുശലേം എന്ന് പറയുന്ന മഹാനഗരത്തിൽ കിടക്കുകയും തെരുവീതിയിൽ കിടക്കുകയും സകല ലോകരാജ്യങ്ങളും ഭാഷക്കാരും വംശക്കാരും എല്ലാവരും ഈ ഡെഡ് ബോഡി 3.5 ദിവസക്കാലം കാണുകയും ചെയ്യും എന്ന് വെളിപ്പാട് 11 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഇന്റർനെറ്റ്, TV, മറ്റ് മീഡിയകളോടുകൂടെ ഈ സംഭവങ്ങൾ യെരുശലേമിൽ നടക്കുന്നത് ലോകം മുഴുവൻ തത്സമയം ലൈവായി കണ്ടുകൊണ്ടിരിക്കും. ലൈവായി ആ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിന് ശേഷം അവർ ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെടുകയും അതിനുശേഷമായി പീഡനത്തിന്റെ മധ്യകാലത്തിൽ ആന്റി ക്രൈസ്റ്റ് തന്റെ ഒറിജിനൽ രൂപം വെളിപ്പെടുത്തുകയും ഇവർ കൊല്ലപ്പെടാൻ ഈ മഹാപ്രവാചകന്മാർ അഥവാ ഒരു വൃക്ഷങ്ങൾ 2 സാക്ഷികൾ കൊല്ലപ്പെടാനുള്ള കാരണം യെരുശലേമിലെ ദേവാലയ പ്രതിഷ്ഠയുടെ സമയത്ത് ലോകരാജ്യങ്ങളിലെ സകല ലോക നേതാക്കളും ഈ യെരുശലേം ദേവാലയത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് വന്നുകൂടും. അങ്ങനെ അവർ വന്നുകൂടുമ്പോൾ ദേവാലയത്തിന്റെ മധ്യത്തിൽ ആന്റി ക്രൈസ്റ്റിന്റെ സ്വർണബിംബം പ്രതിഷ്ഠിക്കും. ആന്റി ക്രൈസ്റ്റിന്റെ സ്വർണബിംബം പ്രതിഷ്ഠിക്കും. ബാബിലോണിൽ നെബൂഖദ്നേസർ രാജാവ് ദൂര സമഭൂമിയിൽ സ്വർണബിംബത്തെ പ്രതിഷ്ഠിച്ചതുപോലെ ആന്റി ക്രൈസ്റ്റ് തന്റെ ഒരു സ്വർണബിംബത്തെ യെരുശലേം ദേവാലയത്തിന്റെ ഉള്ളിൽ പ്രതിഷ്ഠിക്കും. അപ്പോൾ പ്രവാചകനായ ദാനിയേൽ പറഞ്ഞ പ്രവചനത്തിന് നിവൃത്തിയുണ്ടാകും. ശൂന്യമാക്കുന്ന മ്ലേച്ഛത ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചത് കാണുമ്പോൾ ബുദ്ധിയുള്ളവൻ ചിന്തിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനായ ദാനിയേൽ പറഞ്ഞിരിക്കുന്ന പ്രവചനത്തിന്റെ നിവൃത്തീകരണം ഉണ്ടാവുകയും അങ്ങനെ ഈ തന്റെ ബിംബത്തെ യെരുശലേം ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുന്നത് കാണുമ്പോൾ ഈ പ്രവാചക വര്യന്മാർ 2 സാക്ഷികൾ 2 ഒലിവൃക്ഷങ്ങൾ എന്ന പേരിനാൽ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ അറിയപ്പെടുന്ന 2 പ്രവാചകന്മാർ ദേവാലയത്തിനുള്ളിൽ പ്രവേശിക്കുകയും ഇത് കള്ളമശികായാകുന്നുവെന്നും ഇസ്രായേൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മശിക അല്ലെന്നും പറഞ്ഞുകൊണ്ട് വലിയ ശക്തമായ പ്രവചനങ്ങൾ ഉണ്ടാകും. അങ്ങനെയാണ് ഈ പ്രവാചകന്മാർ 2 പേരും കൊല്ലപ്പെടുന്നത്. അങ്ങനെ അവർ കൊല്ലപ്പെട്ടു കഴിയുമ്പോൾ അതിനുശേഷമായി അവരെ സ്വർഗങ്ങളിലേക്ക് 3.5 ദിവസത്തിന് ശേഷം വിളിക്കും. അതിനുശേഷമായി ആന്റി ക്രൈസ്റ്റ് തന്റെ നിയമത്തെ അതികഠിനമാക്കും. കാരണം അതുവരെയൊക്കെ ആന്റി ക്രൈസ്റ്റ് വളരെ സ്ലോയിലി പല കാര്യങ്ങൾ സാധിച്ചെടുത്തുകൊണ്ടിരുന്നു. എന്നാൽ മഹാപീഡനകാലത്തിന്റെ മധ്യകാലഘട്ടത്തിന് ശേഷം ആന്റി ക്രൈസ്റ്റിന്റെ അതിഭയങ്കരമായ പീഡ ലോകത്തിലേക്ക് അഴിച്ചുവിട്ടുകൊണ്ടപ്പെടിയിരിക്കും. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മൃഗത്തിന്റെ സംഖ്യയായ 666 എന്നൊരു കോമൺ സീൽ ജനത്തെ കൊണ്ട് നിർബന്ധമായും അവരുടെ നെറ്റിമേലോ അവരുടെ കൈപ്പത്തിമേലോ അടിക്കുവാൻ നിർബന്ധിക്കും.
അതുവരെയൊക്കെ ഇത് പ്രാബല്യത്തിലുണ്ട്. ഏത് 666 മുദ്ര ആന്റിക്രൈസ്റ്റിന്റെ ഭരണകാലത്തിൽ പ്രാബല്യത്തിലാണ്, നിലവിൽ നിൽക്കുകയാണ്. എങ്കിലും രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ഇസ്രായേൽ ജനത്തിന്റെ പീഡനം വർദ്ധിച്ചു കയറി വരുമ്പോൾ ആന്റിക്രൈസ്റ്റ് വളരെ കമ്പൽഷൻ ആയിക്കൊണ്ട് each and every person in this under his rule must have to get the seal of him. അദ്ദേഹത്തിന്റെ സീല്, മുദ്ര ധരിക്കുവാൻ സകലരെയും നിർബന്ധിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വെളിപ്പാട് 7-ാം അധ്യായത്തിലെ കാര്യം ഞാനിങ്ങനെ പറഞ്ഞു. തന്റെ ദാസന്മാരുടെ നെറ്റിമേൽ മുദ്രയിട്ടിരിക്കുന്നത് പോലെ യഹൂദാ ഗോത്രങ്ങളിൽ നിന്ന്, ഇസ്രായേലിന്റെ ഗോത്രങ്ങളിൽ നിന്ന്, 12 ഗോത്രങ്ങളിൽ നിന്നുമായി 144,000 പേരെ മുദ്രയിട്ട് വേർതിരിച്ചിരിക്കുന്നത് നമുക്ക് വെളിപ്പാട് 7-ാം അധ്യായത്തിൽ വായിക്കാൻ കഴിയും. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിക്കുവാനിടയായല്ലോ. എന്ന് പറഞ്ഞതുപോലെ തന്നെ ആന്റിക്രൈസ്റ്റിന്റെ മുദ്രയായിരിക്കുന്ന വെളിപ്പാട് 13-ാം അധ്യായത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. വെളിപ്പാട് 13-ന്റെ അവസാന ഭാഗങ്ങളിൽ ആ ഭാഗം വായിക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അധ്യായത്തിന്റെ അവസാനത്തെ 4 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. ശ്രദ്ധിക്കുക, അത് ചെറിയവരും വലിയവരും സമ്പന്നരും ദരിദ്രന്മാരും സകല സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേരോ മൃഗത്തിന്റെ സംഖ്യയായ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാത്തതും ആകുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ എണിക്കട്ടെ. അതൊരു മനുഷ്യന്റെ സംഖ്യ അത്രേ. അതിന്റെ സംഖ്യ 666. അപ്പോ മൃഗം, ദ ബീസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ആ ബീസ്റ്റിന്റെ മുൻപാകെ ബീസ്റ്റിനെ നമസ്കരിക്കാത്തവരെ എല്ലാം കൊല്ലിക്കേണ്ടതിന് ആജ്ഞ പുറപ്പെടും. ബീസ്റ്റ് ആരാണ്? ഹു ഈസ് ദിസ് ബീസ്റ്റ്? ബീസ്റ്റ് ഈസ് നെയ്മഡ് ആസ് ദ ആന്റിക്രൈസ്റ്റ്. ഞാൻ ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ ഓർപ്പിച്ചതുപോലെ ഇത് സെക്കൻഡ് പോർഷൻ ഓഫ് ദി സൈറ്റനിക് ട്രിനിറ്റി. അപ്പോ വി ഹാവ് എ ട്രിനിറ്റി ഇൻ ഗോഡ്ഹെഡ്. ദൈവത്തിന് ട്രിനിറ്റി ഉള്ളതുപോലെ അത് ഞാനൊരു ക്ലാസ്സിൽ ഓർപ്പിക്കുവാനിടയായിട്ടുണ്ട്. ലോർഡ് യാഹ്വേ, ദ ഫാദർ ഗോഡ്, the creator of everything. Second person in Trinity, Jesus Christ, the savior of the world, the redeemer of the world, or the Messiah of Israel. Third person in God's Trinity is the Holy Spirit, the counselor, and the one who prepare the bride to the bridegroom. ഒരിക്കൽ കൂടി ഞാനത് ഓർപ്പിക്കാം. ദൈവിക തൃത്വത്തിന്റെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. പിതാവായ ദൈവം, യഹോവയായ ദൈവം, സൃഷ്ടിതാവായ ദൈവം, സകലത്തെയും സൃഷ്ടിച്ച ദൈവം, ഫസ്റ്റ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റ്, ലോകരക്ഷിതാവ്, ലോകത്തിന്റെ വീണ്ടെടുപ്പുകാരൻ,
ഇസ്രായേലിന്റെ മശിക. പരിശുദ്ധാത്മാവ് മൂന്നാം തേർഡ് പേഴ്സൺ ഇൻ ട്രിനിറ്റി, ഗോഡ്സ് ട്രിനിറ്റി. പരിശുദ്ധാത്മാവ് the counselor who prepares the holy church to meet its bridegroom. കാന്തയെ തനിക്കായി ഒരുക്കി കാത്തിരിക്കുവാൻ സഹായിക്കുന്നതായ, തന്റെ മണവാളനെ എതിരേൽക്കാൻ തന്റെ കാന്തയെ ഒരുക്കി കാത്തിരിക്കാൻ സഹായിക്കുന്നതായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഇത് ദൈവിക തൃത്വമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ there is a trinity in Satan also. Satanic trinity also there. ഒന്ന്, പഴയ പാമ്പായ സാത്താൻ. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ ഹവ്വായുടെ അടുത്ത് പാമ്പിന്റെ രൂപം എടുത്തുകൊണ്ട് വന്ന വഞ്ചകനായ സാത്താൻ. സെക്കൻഡ് പേഴ്സൺ ഇൻ സാറ്റനിക് ട്രിനിറ്റി എന്ന് പറയുന്നത് ദ ബീസ്റ്റ് ഓർ ദ ആന്റി ക്രൈസ്റ്റ് ഹു ഒപ്പോസസ് ദ വർക്ക് ഓഫ് ക്രൈസ്റ്റ്, ഹു ഒപ്പോസസ് ഇത് റിയൽ മസിയ ഓഫ് ജൂസ്. യഹൂദന്മാരുടെ യഥാർത്ഥ മസിയ ആയിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ എതിർക്കുന്ന ശക്തി. ആന്റി ക്രൈസ്റ്റ് മീൻസ് the one who offending and opposing Jesus Christ, the Savior of the world, or the Son of God. ദൈവത്തിന്റെ പുത്രനായി ലോകത്തിന്റെ രക്ഷിതാവായ ഇസ്രായേലിന്റെ മശിഹ ആയിരിക്കുന്ന യേശു ക്രിസ്തുവിനെ എതിർത്തുകൊണ്ട് വെളിപ്പെടുന്ന വ്യക്തിയാണ് ആന്റി ക്രൈസ്റ്റ് ഓർ ദ ബീസ്റ്റ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ദ തേർഡ് പേഴ്സൺ ആരായിരിക്കും ഇൻ സൈറ്റാനിക് ട്രിനിറ്റി? ദ തേർഡ് പേഴ്സൺ ഇൻ സൈറ്റാനിക് ട്രിനിറ്റി ഈസ് ദ ഫോൾസ് പ്രോഫറ്റ്. മലയാളത്തിൽ ഇതിന് പറയുന്നത് കള്ളപ്രവാചകൻ. കള്ളപ്രവാചകന്റെ പണിയാണ് നമ്മളിപ്പോൾ 13-ാം അധ്യായത്തിൽ ഞാൻ നിങ്ങൾക്കായി വായിച്ചു കേൾപ്പിച്ചത്. കള്ളപ്രവാചകന്റെ പണി എന്താണെന്നറിയോ? കള്ളപ്രവാചകൻ ചെയ്യുന്ന ഏറ്റവും വലിയ പണി മനുഷ്യർ കാണുക ആകാശത്ത് ഭൂമിയിലേക്ക് തീയിറങ്ങുമാറ് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിക്കാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും ചെയ്യും. പിന്നെ ഈ പുള്ളിക്കാരന്റെ പണിയെന്തറിയോ? മൃഗത്തിന്റെ പ്രതിമയെ സംസാരിക്കാൻ ശക്തീകരിക്കും. ഞാൻ പറഞ്ഞല്ലോ, യെരുശലേം ദേവാലയത്തിൽ ദേവാലയ പ്രതിഷ്ഠയുടെ അന്ന് ആന്റി ക്രൈസ്റ്റിന്റെ ഒരു പ്രതിമ, സ്വർണ്ണ പ്രതിമ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കും. ഈ കള്ളപ്രവാചകൻ അതാ ദുരാത്മാവ്, പരിശുദ്ധാത്മാവിന് വിപരീതമായി നിൽക്കുന്ന കള്ളപ്രവാചകന്റെ ആത്മാവ് ഈ പ്രതിമയുടെ അകത്ത് പ്രവേശിക്കുകയും ഈ പ്രതിമയെ കൊണ്ട് സംസാരിപ്പിക്കുകയും യേശു അത്ഭുതങ്ങളെ കാണിച്ചതുപോലെ മിസ്രൈമിൽ മോശ ഇവിടെ മോശയുടെ വടി സർപ്പമായപ്പോൾ മാജിക്കുകാർ അഥവാ മാന്ത്രികന്മാർ അവിടെ തങ്ങളുടെയും വടി നിലത്തിട്ടപ്പോ അത് സർപ്പമായി തീർന്നു. നമ്മള് പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞതുപോലെ അനവധി അത്ഭുതങ്ങൾ ചെയ്യുവാൻ മൃഗത്തിന് ശക്തി നൽകുന്നത് ഈ കള്ളപ്രവാചകന്റെ ആത്മാവായിരിക്കും. അപ്പൊ കള്ളപ്രവാചകന്റെ ആത്മാവ് മൃഗത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കുകയും സകല രോഗരാജ്യങ്ങളെയും തന്റെ അബദ്ധ സഞ്ചാരങ്ങൾ കൊണ്ട് അത്ഭുത പ്രവർത്തികൾ കൊണ്ട് ലോകരാജ്യങ്ങളെ ഭ്രമിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഭ്രമിപ്പിക്കുന്നതായ ആ കള്ളപ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനം, ലോകത്തിൽ അന്ന് ജീവിച്ചിരിക്കുന്നതായ വിവിധ ജാതികൾ, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ജനം, കൈവിടപ്പെട്ടു പോയ സംഘം,
കൈവിടപ്പെട്ടു പോയ സംഘം, the left behind group from the rapture of the church. ആരൊക്കെ ആയിരിക്കും ഈ പീരീഡിൽ ഉള്ളത് എന്നാണ് ഞാൻ പറയുന്നത്. ഒന്ന്, 3 ഗ്രൂപ്പായിരിക്കും മഹോപദ്രവ കാലഘട്ടത്തിൽ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നത്. ഒന്ന്, the left behind people from the rapture of the church. ദൈവസഭയുടെ ഉൾപ്രമാണത്തിൽ ഉൾപ്പെടാതെ കൈവിടപ്പെട്ടുപോയ ഒരു വലിയൊരു സംഘമുണ്ടാകും. പലർക്കും ആ വിഷയം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ എനിക്കെന്ന് അറിയില്ല. ദൈവസഭയുടെ ഉൾപ്രമാണത്തിൽ കൈവിടപ്പെട്ടു പോകുന്ന ഒരു മഹാസംഘം ഉണ്ടാകും. ഒന്ന്, ആ സംഘം. 2, പീപ്പിൾ ഓഫ് ഇസ്രായേൽ, ജൂയിഷ് പീപ്പിൾ, ദ ജൂയിഷ് നേഷൻ. 3, ലോകത്തിൽ യേശുക്രിസ്തുവിനെ ഇന്ന് വരെ അംഗീകരിക്കാത്തതായ ജാതികളായ രാജ്യങ്ങൾ മുഴുവൻ. അങ്ങനെ 3 ഗ്രൂപ്പ് ആൾക്കാരായിരിക്കും മഹോപദ്രവ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്. മഹോപദ്രവ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന 3 ഗ്രൂപ്പ് ആൾക്കാരായിരിക്കും. ആദ്യത്തെ ഗ്രൂപ്പ്, the people, those who are left behind from the rapture of the church. ദൈവസഭയുടെ ഉൾപ്രമാണത്തിൽ ഉൾപ്പെടാത്തതായ ലക്ഷക്കണക്കിന് ജനം, അവർ ഒരു ഗ്രൂപ്പ്. രണ്ടാമത്തെ ഗ്രൂപ്പ്, the complete Jewish nation, those who are not accepted Jesus Christ as their personal savior. യഹൂദ രാജ്യം, യഹൂദ ജാതി. 3, അന്ന് വരെ, അതായത് ദൈവസഭയുടെ ഉൾപ്രമാണം വരെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ വെച്ച് സ്വന്തം രക്ഷിതാവായി അംഗീകരിക്കാതെയും യേശു കർത്താവിന്റെ അതിമഹത്തായ അവസാനത്തെ കൽപ്പനയായിരിക്കുന്ന സ്നാനം സ്വീകരിക്കാതെയും തന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ജീവിതം നയിക്കാത്തതുമായ ഒരു ഗ്രൂപ്പ് ജനം ജാതികളുടെ ഇടയിൽ ഉണ്ടായിരിക്കും. അത് ലോകരാജ്യങ്ങളിൽ ചിതറിക്കിടക്കുന്ന മഹാജാതികളുടെ ഒരു സമൂഹം. അവർ അങ്ങനെ 3 ഗ്രൂപ്പ് ജനം മഹാോപദ്രവ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും. ഒന്നും കൂടെ തെളിയിച്ച് ഞാൻ പറയാം. The left behind group from the rapture of the church. ദൈവസഭയുടെ ഉൾപ്രമാണത്തിൽ കൈവിടപ്പെട്ടു പോകുന്നതായ ഒരു ഗ്രൂപ്പ് ജനം, lack of people will be there. ആദ്യത്തെ ഗ്രൂപ്പ്. രണ്ടാമത്തെ ഗ്രൂപ്പ്, the Jewish nation, because till now they are not accepting Jesus Christ as the Son of God or the Messiah. ഇന്ന് വരെയും യേശു കർത്താവിനെ ദൈവപുത്രനായി അംഗീകരിക്കാതെയും ഇസ്രായേലിൽ വരുവാൻ പോകുന്ന മശിഹ ആരാണെന്ന് അംഗീകരിക്കാതെയും ഇരിക്കുന്നതായ ഒരു വലിയ ഗ്രൂപ്പ് യഹൂദന്മാർ. Till they are expecting a great Messiah to come and deliver them. ഇന്നും യഹൂദന്മാർ പ്രത്യാശിക്കുന്ന വലിയ പ്രത്യാശ എന്ന് പറയുന്നത് അവർ അവരുടെ മശിഹായെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. Unless and until this group Jews should have to accept Jesus Christ as the Son of God or their deliverer, the Messiah, they will not enter into the kingdom of God. ഒരിക്കൽ കൂടി ഞാൻ പറയാം, യഹൂദന്മാർ യേശു കർത്താവിനെ അവരുടെ മശിഹായായി അംഗീകരിക്കാതെയും അവരുടെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ അംഗീകരിക്കാത്തിടത്തോളം കാലം അവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനമില്ല.
ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, മഹോപദ്രവ കാലഘട്ടത്തിൽ കൈവിടപ്പെട്ടു പോകുന്ന ഒരു ഗ്രൂപ്പ് ദൈവജനം, ദ ലെഫ്റ്റ് ബിഹൈൻഡ് ഗ്രൂപ്പ് ഫ്രം ദി റാപ്ചർ ഓഫ് ദ ചർച്ച്. അവർക്ക് കർത്താവിനെ കുറിച്ച് നല്ലവണ്ണം അറിയാം. അവസാന കാലഘട്ടത്തിൽ കർത്താവിന്റെ വരവെങ്കിൽ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടാതെ പോകുന്ന വലിയൊരു ഗ്രൂപ്പ് ജനമുണ്ടാകും. അവരും യഹൂദ ജാതിയും ലോകരാജ്യങ്ങളിൽ ചിതറിപ്പാർക്കുന്ന ലക്ഷക്കണക്കിന് ജാതികൾ, ഇവരാണ് ആന്റിക്രൈസ്റ്റിന്റെ ഭരണകാലത്തിൽ കൂടെ കടന്നു പോകുന്നവർ. അപ്പോ ആന്റിക്രൈസ്റ്റ് തന്റെ ഭരണം വളരെ ശക്തമായി വ്യാപിപ്പിക്കും. തന്റെ ഭരണം വളരെ ശക്തമായ നിലവാരത്തിലേക്ക് കൊണ്ടുവരും. ലോകരാജ്യങ്ങളെ കൊണ്ട് തന്നെ നമസ്കരിക്കുവാൻ അവൻ പ്രേരിപ്പിക്കും. തന്റെ മുദ്രയേൽക്കാത്തവരെ നിരത്തി നിർത്തി വെടിവെച്ചു കൊല്ലും. ലൈക്ക് ഹിറ്റ്ലർ കിൽഡ് ലാക്ക് ഓഫ് പീപ്പിൾ ഇൻ ദ ഗ്യാസ് ചേമ്പർ. യഹൂദന്മാരെ ഗ്യാസ് ചാമ്പറിൽ കയറ്റിക്കൊണ്ട് 1933 മുതൽ 35 വരെയുള്ള 2 വർഷ കാലഘട്ടങ്ങളിൽ ഹിറ്റ്ലർ യഹൂദന്മാരെ നശിപ്പിച്ചതുപോലെ തന്നെ മുദ്രയേൽക്കാത്ത സകലരെയും, തന്നെ നമസ്കരിക്കാത്ത സകലരെയും ആന്റിക്രൈസ്റ്റ് കൊല്ലും. അങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് ഒരു ചോദ്യം വരും, ഹൗ ദിസ് സീൽ വിൽ ബി വർക്കിംഗ്? ഇത് എങ്ങനെ ആണ് നടക്കാൻ പോകുന്നത്? ഇറ്റ്സ് എ ചിപ്പ്, ഒരു ചെറിയ ചിപ്പായിരിക്കും. ഇറ്റ് വിൽ ബി ഇൻസേർട്ടഡ് ടു ദ ഫോർ ഹാൻഡ്. നിങ്ങളുടെ കൈപ്പത്തിയിൽ അത്, അല്ലെങ്കിൽ നിങ്ങളുടെ നെറ്റിമേൽ. ഞാനിപ്പോ അതിനൊരു ഉദാഹരണമായിട്ട് പറയാം. നമ്മള് ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പോകുമ്പോ നിങ്ങളുടെ പാസ്പോർട്ട് പോലും കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മളവിടെ ചെന്ന് കഴിയുമ്പോ they will scan my eyes. എന്റെ കണ്ണുകളെ അവർ സ്കാൻ ചെയ്യും. Immediately the data which is served in the computer, it will become in front of the window. മനസ്സിലായല്ലോ? Like that ഒരു ചിപ്പ് ആയിരിക്കും ദിസ് സീൽ. ആന്റിക്രൈസ്റ്റിന്റെ മുദ്രയായിരിക്കുന്ന ഒരു ചിപ്പായിരിക്കും. ആ ചിപ്പ് ഇൻസേർട്ട് ചെയ്യും ശരീരത്തിൽ. ആ ചിപ്പ് നിങ്ങളിങ്ങനെ കാണിച്ചു കഴിയുമ്പോ, ഇപ്പോ ഒരു സ്കാൻ കോഡ്, QR കോഡ് സ്കാൻ ചെയ്യാൻ അത് ഓപ്പൺ ആക്കിയിട്ട് ഫ്രണ്ടിലിരിക്കുന്ന QR കോഡിനെ കാണിക്കുമ്പോ എന്റെ അക്കൗണ്ടിലുള്ള ഡീറ്റെയിൽസ് എല്ലാം ആ QR കോഡ് പിടിച്ചെടുക്കുന്നത് പോലെ മനുഷ്യന്റെ കൈപ്പത്തിയിലോ നെറ്റിമേലോ പതിക്കപ്പെട്ടിരിക്കുന്ന ചിപ്പ് കാണുമ്പോ നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ, നിങ്ങൾ ഏത് രാജ്യക്കാരനാണെന്നും ഏതെല്ലാം രാജ്യങ്ങളിൽ നിങ്ങൾക്ക് കുറ്റകൃത്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും എവിടെയൊക്കെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെന്നും ഏത് രാജ്യത്തിലെ പൗരനാണെന്നും എന്നുള്ള സകല ഡീറ്റെയിൽസും കമ്പ്യൂട്ടറിൽ തെളിഞ്ഞു വരുന്നു. ജസ്റ്റ് ലൈക്ക് വാങ്ങുവാനും വിൽക്കുവാനും ഈ മുദ്രയില്ലാതെ സാധിക്കത്തില്ല. ആകയാൽ ലോകരാജ്യങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് തന്റെ മുദ്രയെടുക്കുവാൻ ആന്റിക്രൈസ്റ്റ് നിർബന്ധിക്കും. അങ്ങനെ വരുമ്പോ ആയിരക്കണക്കിന് ജനം ഇത് റിജക്ട് ചെയ്യും. They say that we will not accept the seal of Antichrist. ഞങ്ങൾ മൃഗത്തിന്റെ മുദ്ര ഏൽക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനമുണ്ടാകും. അവരെ നിരത്തി നിർത്തി വെടിവെച്ചു കൊല്ലും. മിഷൻ ദണ്ഡമായി ആന്റിക്രൈസ്റ്റിന്റെ പടയാളികൾ നിരത്തി നിർത്തി വെടിവെച്ചു കൊല്ലും. ഇവർ വിശ്വാസത്തിന് വേണ്ടി മരിക്കും. അങ്ങനെ ഈ seal of the beast should be prevailed in the world. മൃഗത്തിന്റെ മുദ്ര ലോകരാജ്യങ്ങളിലെല്ലാം പ്രചരിക്കപ്പെടും.
അങ്ങനെ പ്രചരിക്കപ്പെട്ട് കഴിയുമ്പോ സാത്താന്റെ പ്രവർത്തനങ്ങൾ വർദ്ധിക്കും. ഞാൻ പറഞ്ഞല്ലോ, വെളിപ്പാട് 13-ാം അധ്യായത്തില് 14-ാം അധ്യായം 15, 16, 17 ഈ അധ്യായങ്ങളിലെല്ലാം മൃഗത്തെ കൊണ്ട് സംസാരിപ്പിക്കുന്ന ഒരു പവറുണ്ട്. ദാറ്റ് പവർ ഈസ് നെയിംഡ് ആസ് ദ ഫാൾസ് പ്രോഫറ്റ്. കള്ളപ്രവാചകൻ എന്ന മലയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. The spirit of the false prophet will enter into the beast, and the beast will speak, and he will do great miracles and wonders. ലോകത്തെ ലോകരാജ്യങ്ങളെ കാണിക്കുന്നതിന് അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ട് താനാകുന്നു മശിഹ എന്ന് പറഞ്ഞുകൊണ്ട് മൃഗത്തിന്റെ ശക്തി വർദ്ധിച്ചു വരും. അങ്ങനെ വന്നു കഴിയുമ്പോ ഇസ്രായേൽ ജനത്തിന് മനസ്സിലാകും, ഇത് അവരുദ്ദേശിച്ച മശിഹ അല്ലല്ലോ. അങ്ങനെ അവർ നിലവിളിക്കാൻ തുടങ്ങും. ആന്റിക്രൈസ്റ്റിന്റെ അതിശക്തമായ പീഡനം ആരംഭിക്കും. മൂന്നാമത് നടക്കാൻ പോകുന്നത് സ്വർഗത്തിൽ ഉള്ളതായ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളെ വലിച്ച് ഭൂമിയിലേക്ക് എറിയും. നമ്മുടെ എഫേസ്യ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നല്ലോ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകൾ. ഇത് evil spirits, evil hordes from the heaven. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകൾ അവയെ വലിച്ച് ഭൂമിയിലേക്ക് എറിയപ്പെടും. അങ്ങനെ മധ്യകാലഘട്ടത്തിൽ സംഭവിക്കും. അതിനുശേഷമായി പീഡനത്തിന്റെ അവസാന കാലഘട്ടം വരും. പീഡനത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അതിഭയങ്കരമായ പീഡയായിരിക്കും. സ്പെഷ്യലി ഫോർ ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ. ഇസ്രായേൽ ജനത്തിന് അതിഭയങ്കരമായ പീഡ. ആ സമയത്ത് ആന്റിക്രൈസ്റ്റ് ഇസ്രായേലിന്റെ മേൽ പീഡകൾ ശക്തമാക്കുമ്പോൾ വെളിപ്പാട് 14, 7, 8 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാഹളങ്ങൾ ഊതുമ്പോൾ നടക്കുന്ന 7 കാഹളങ്ങളെ കുറിച്ച് നമ്മൾക്ക് പഠിക്കുവാൻ കഴിയും. 7 കാഹളങ്ങൾ. ആ 7 കാഹളങ്ങൾ 1 മുതൽ 7 വരെ ഊതും. ദൂതന്മാർ ഊതുമ്പോൾ ഈ ലോകത്തിൽ ഭയങ്കരമായ പീഡ സംഭവിക്കും. കാഹളങ്ങളുടെ ന്യായവിധികൾ സംഭവിക്കും. വെളിപ്പാട് 7, 8, 9 അധ്യായം. അതിൽ ഭൂമിയിൽ സംഭവിക്കുന്ന സംഭവങ്ങളുണ്ട്. സമുദ്രത്തിലെ വെള്ളമെല്ലാം രക്തമായി തീരും, സമുദ്രത്തെ ഏൽക്കും. 3, ശുദ്ധജലാശയങ്ങൾ മുഴുവൻ രക്തമായി തീരും. 4, ആകാശത്തിലെ ശക്തികളെല്ലാം ഇളകിപ്പോകും. അടുത്തത് 5-ാമത്തേത് വെട്ടിക്കിളിയുടെ സംഹാരം ഉണ്ടാകും. വെളിപ്പാട് 9-ാം അധ്യായത്തിലാണ് വെട്ടിക്കിളിയുടെ സംഹാരത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7, 8, 9 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 7 കാഹളങ്ങൾ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന 7 ദൂതന്മാരുണ്ട്. അവർ 7 പേരോടും ദൈവം കൽപ്പിക്കും ഈ കാഹളം ഊതാൻ. അങ്ങനെ അവർ കാഹളങ്ങൾ ഊതുമ്പോൾ ഭൂമിയിൽ, സമുദ്രത്തിന് മേൽ, ശുദ്ധജല ആശയങ്ങളുടെ മേൽ, ആകാശത്തിൽ, ഇങ്ങനെ പല സ്ഥലങ്ങളിലായി ഈ പീഡകൾ നടക്കും. ഒന്നാമത്തെ ഭൂമിയിലായിരിക്കും. ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളും ചത്തുപോകും. സമുദ്രത്തിന് മേൽ അടുത്തത് സമുദ്രം മുഴുവൻ രക്തമായി തീരും എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൽ പാർക്കുന്ന സകലവിധ ജീവജാലങ്ങളും ചത്ത് പോകും. 3, ലോകത്തിലുള്ള സകല ശുദ്ധ ജല ആശയങ്ങളും രക്തമായി തീരും. മനുഷ്യന് കുടിക്കുവാൻ ഒരു തുള്ളി വെള്ളം ലഭിക്കാത്ത അവസ്ഥ വരും. 4, ആകാശത്തിലെ ശക്തികൾ താഴേക്ക് വീഴും. നക്ഷത്രങ്ങൾ ഉരുണ്ട് താഴേക്ക് വീഴും. കർത്താവായ യേശുക്രിസ്തു പറയുന്നു, അതിന്റെ ശേഷം ആകാശത്തിൽ നക്ഷത്രങ്ങൾ താഴേക്ക് വീഴും.
ആഫ്റ്റർ ദ ഗ്രേറ്റ് ട്രിബുലേഷൻ, ആഫ്റ്റർ ദ ഗ്രേറ്റ് ട്രിബുലേഷൻ. ഇതാണ് നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും, നക്ഷത്രങ്ങൾ പെരുങ്കായികൾ കണക്ക് താഴേക്ക് വീഴും എന്നാണ് പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ ഇങ്ങനെയുള്ള അനവധി സംഭവങ്ങൾ ഭൂമിയിൽ നടക്കും. ഇവയെല്ലാം നടക്കുന്നത് എന്തിനാണെന്നറിയോ? എന്തിനാ ഇത് സംഭവിക്കുന്നറിയാമോ? അന്ന് വരെ ഭൂമിയിൽ ഉണ്ടായിട്ടില്ലാത്ത അതിമഹത്തായ മഹാപീഡനകാലം. യേശു പറയുക, ലോകമുണ്ടായത് മൂലം ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേലാൽ സംഭവിക്കാത്തതുമായ അതിഭയങ്കരമായ പീഡനകാലം സംഭവിക്കും. എന്നുവെച്ച് കർത്താവ് പറയുന്നുണ്ട്, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഈ മഹാപീഡനകാലത്തിൽ കൂടെ കടന്നു പോകുന്ന യഹൂദ വിശുദ്ധന്മാർ ഒന്നുകിൽ അവർ മരിച്ചു വീഴും, അല്ല എങ്കിൽ അവർ കർത്താവിനെ കാണുന്നവരെ അവർ സഹിച്ചു നിൽക്കും. അങ്ങനെ വലിയ മഹാപീഡനകാലം. അതുകൊണ്ടാണ് ദാനിയേൽ പറഞ്ഞത്, ഒരു ജാതി ഉണ്ടായത് മുതൽ ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേലാൽ സംഭവിക്കാത്തതുമായ മഹാകഷ്ടകാലമുണ്ടാകും. ഇവിടുന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ലോകരാജ്യങ്ങൾ ഭ്രമിച്ച ഭയ പോലൊരായിത്തീരും. കാഹളങ്ങളുടെ ന്യായവിധികൾ 7 കാഹളങ്ങൾ ഊതപ്പെടും. അപ്പോൾ ലോകത്തിന്റെ 5 പ്രധാനപ്പെട്ട മേഖലകളിൽ ഈ കാഹളങ്ങൾ എഫക്ട് ചെയ്യും. ഭൂമിയിൽ എഫക്ട് ചെയ്യും, 2 സമുദ്രത്തിൽ എഫക്ട് ചെയ്യും, ശുദ്ധജല തടാകങ്ങളിൽ എഫക്ട് ചെയ്യും, ആകാശങ്ങളിൽ എഫക്ട് ചെയ്യും. വെട്ടിക്കിളികളെ അയച്ചിട്ട് ലോകരാജ്യങ്ങളിലുള്ള സകലത് നശിപ്പിക്കും. ആ വെട്ടികളിൽ വളരെ പ്രധാനപ്പെട്ട സാധനങ്ങളാകട്ടോ, സാധാരണ വെട്ടിക്കിളിയൊന്നുമല്ലത്. ഈ വെട്ടിക്കിളിയെ കുറിച്ച് 9-ാം അധ്യായത്തിൽ വരുമ്പോ ഞാൻ വ്യക്തമായിട്ട് ചില വിഷയങ്ങൾ ഓർമ്മിക്കാം. ഇപ്പം ഒരു സ്കൾപ്ഷൻ പോലെ പറഞ്ഞു വിടുന്നതേ ഉള്ളൂ. അങ്ങനെ അനവധി സംഭവങ്ങൾ നടക്കും. ഈ സംഭവങ്ങളെല്ലാം നടന്നു കഴിഞ്ഞ് ഭൂമിയിൽ പാർക്കുന്ന ജനം 3-ൽ-1 ബാധിക്കപ്പെടും. വെട്ടിക്കിളിയുടെ യുദ്ധത്താണ്. വെളിപ്പാട് 9-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഭൂമിയിൽ പാർക്കുന്ന 3-ൽ-1 ജനം നശിച്ചു പോകും. അടുത്തത് ഞാൻ ഓർമ്മിച്ചല്ലോ, ദ മാർക്ക് ഓഫ് ദ ബീസ്റ്റ്. മാർക്ക് ഓഫ് ദ ബീസ്റ്റ്, മൃഗത്തിന്റെ സംഖ്യ. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. മൃഗത്തിന്റെ സംഖ്യ പ്രാബല്യത്തിൽ വരും. കൈപ്പത്തിമേലോ നെറ്റിമേലോ മൃഗത്തിന്റെ സംഖ്യ ധരിക്കാത്ത ആർക്കും ഒന്നും വാങ്ങുവാനും ഒന്നും വിൽക്കുവാനും കഴിയാത്ത സാഹചര്യമുണ്ടാകും. അതികഠിനമായ ക്ഷാമം ലോകത്തിലുണ്ടാകും. അങ്ങനെ മുദ്രയേൽക്കാത്തവർ, 666 എന്ന മുദ്രയേൽക്കാത്ത ലക്ഷക്കണക്കിന് ജനം ഓൺ ദ സ്പോട്ടിൽ കൊല്ലപ്പെടും. അടുത്ത നടക്കാൻ പോകുന്ന സംഭവം ക്രോധകലശങ്ങളുടെ ന്യായവിധി. 7 ക്രോധകലശങ്ങളുണ്ട്. ഈ 7 ക്രോധകലശങ്ങൾ ഊതും. 16-ാം അധ്യായത്തിലാണ് ഈ ക്രോധകലശങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെളിപ്പാട് 16. 7 ക്രോധകലശങ്ങൾ ഊതുമ്പോ അവിടെയും അനവധി പീഡനങ്ങൾ നടക്കും. ആദ്യത്തേത് ഭൂമിയിൽ ഒഴിക്കപ്പെടും, 2ാമത്തെ സമുദ്രത്തിൽ ഒഴിക്കപ്പെടും, 3 നദികളിൽ മേൽ ഒഴിക്കപ്പെടും, 4 സൂര്യനിൽ ഒഴിക്കപ്പെടും, 5 മൃഗത്തിന്റെ സിംഹാസനത്തിന് മേൽ ഒഴിക്കപ്പെടും, 6 ആകാശത്തിൽ ഒഴിക്കപ്പെടും. 7 പീഡനങ്ങൾ, 7 കലശങ്ങൾ. 7 കലശങ്ങൾ ആണ്. 1-ാമത്തെ കലശം ഭൂമിയിൽ ഒഴിക്കപ്പെടും. 16-ാം അധ്യായം 1-2 വാക്യങ്ങൾ. 2-ാമത്തെ കലശം സമുദ്രത്തിൽ ഒഴിക്കപ്പെടും. 16-ാം അധ്യായം 3-4 വാക്യങ്ങൾ. 3-ാമത്തെ കലശം നദികളിൽ മേൽ ഒഴിക്കപ്പെടും. 16-ന്റെ 4-7. 4-ാമത്തെ കലശം സൂര്യനിൽ ഒഴിക്കപ്പെടും. 16-ന്റെ 8-9. 5-ാമത്തെ കലശം
മൃഗത്തിന്റെ സിംഹാസനത്തിന് മേൽ ഒഴിക്കപ്പെടും. അത് 16:12-16. ആറാമത്തെ കലശം യൂഫ്രട്ടീസ് നദിയുടെ മേൽ ഒഴിക്കപ്പെടും. 16:12-16. ഏഴാമത്തെ കലശം ആകാശത്തിന് മേൽ ഒഴിക്കപ്പെടും. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഇതൊക്കെ അതാ അധ്യായങ്ങളിൽ വരുമ്പോൾ അതിന്റെ വിവരണങ്ങൾ തരുവാൻ കർത്താവിന്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നു. കാരണം ഇത് ഒരു സ്കെൽറ്റൺ പോലെ പറഞ്ഞു വിടുന്നതേ ഉള്ളൂ. ഇത് നടന്നു കഴിഞ്ഞ് 16-ാം അധ്യായത്തിന്റെ സംഭവം കഴിഞ്ഞാൽ അടുത്തത് ദി എമർജൻസ് ഓഫ് ദി ഗ്രേറ്റ് ബാബിലോൺ, മഹദിയാം ബാബിലോണിന്റെ ഉദ്ധാരണം 17-ാം അധ്യായത്തിൽ. 18-ാം അധ്യായത്തിൽ മഹദിയാം ബാബിലോൺ ശിക്ഷിക്കപ്പെടുന്നു. അപ്പൊ അതാ 17-18 അധ്യായത്തിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം. പിന്നെ ലോകത്തിൽ നടക്കാൻ പോകുന്ന ഇനി വരുന്ന, ഇപ്പൊ പലരും പറയുന്നില്ലേ, ദ തേർഡ് വേൾഡ് വാർ ഈസ് കമ്മിങ്. നോ, തേർഡ് വേൾഡ് വാർ വരണമെങ്കിൽ അതിനു മുമ്പായി ദൈവസഭ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടണം. Unless and until the church get raptured into heaven, third world war will not begin. ഞാൻ തറപ്പിച്ചു പറയും. കാരണം മൂന്നാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ദൈവസഭ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. അല്പം കൂടെ പറഞ്ഞാൽ ദൈവസഭ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുന്നതിന് ശേഷം ഈ ലോകത്തിൽ 7 വർഷക്കാലത്തെ അതിമഹത്തായ പീഡനങ്ങൾ, അതികഠിനമായ പീഡനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിന്റെ അവസാന കാലഘട്ടത്തിലായിരിക്കും ദ തേർഡ് വേൾഡ് വാർ ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അവസാന കാലഘട്ടത്തിലായിരിക്കും മൂന്നാം ലോകമഹായുദ്ധം സംഭവിക്കുന്നത്. ആ ലോകമഹായുദ്ധത്തിന് ഒരു പേരുണ്ട്, ദി അർമഗദോൻ വാർ, അർമഗദോൻ യുദ്ധം. ആരുമായിട്ടായിരിക്കും നടക്കുന്നത്? തേർഡ് വേൾഡ് വാർ എന്ന് പറയുന്ന വേൾഡ് വാർ ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു യുദ്ധമാണ് വാസ്തവത്തിൽ. All the nations in the world will fight against the people of Israel. ഇസ്രായേൽ ജനത്തിനെതിരായി ലോകരാജ്യങ്ങൾ ആന്റിക്രൈസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒരുപോലെ സംഘടിക്കും. എവിടെ നടക്കും? യഹോശാഫാത്ത് താഴ്വരയിൽ, ദ വാലി ഓഫ് യഹോശാഫാത്ത് താഴ്വരയിൽ യുദ്ധം നടക്കും. അർമഗദോൻ യുദ്ധം. വെളിപ്പാട് 14:20, 16:14, 19:18 ഈ 3 ഭാഗങ്ങളിൽ ഈ ഭാഗത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. The kings of the earth and their enemies and all nations, powerful leaders who opposes God. ഈ യുദ്ധം നടക്കുന്നത് ക്രിസ്തുവിനെ എതിർക്കുന്ന ലോകരാജ്യങ്ങളുമായിരിക്കും. യഹൂദരും ലോകരാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകും. സകല രാജ്യങ്ങളെ യഹൂദന് വിപരീതമാകും. അമേരിക്ക വരെ മാറിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഇവിടെ അർമഗദോൻ യുദ്ധത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ പഠിച്ചു വന്നപ്പോ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദ കിങ്സ് ഓഫ് ദ എർത്ത് ആൻഡ് ദെയർ ആർമീസ്, ഓൾ നാഷണൽ പവർഫുൾ ലീഡേഴ്സ് ഹു ഒപ്പോസസ് ഗോഡ്. ലോകത്തിലുള്ള സകല രാജ്യങ്ങളും ക്രിസ്തുവിനെതിരായി യുദ്ധം ചെയ്യാൻ നിൽക്കും.
ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെതിരായി അണിനിരക്കും. ആർക്കെതിരായിട്ട്? ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെതിരായി അണിനിരക്കും. ആന്റി ക്രൈസ്റ്റ് ലീഡർഷിപ്പിൽ ലോകത്തിലെ സകല രാജ്യങ്ങളും യഹൂദനെതിരായി തിരിയും. ആ യുദ്ധത്തിൽ ആർമീസ് ഓഫ് ദ വേൾഡ് നേഷൻസ് എഗൻസ്റ്റ് ക്രൈസ്റ്റ് ദ മസയ. അർമഗദോൻ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ കാണുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആർമീസ് ഓഫ് ദ വേൾഡ് നേഷൻസ് വിൽ ഫൈറ്റ് അഗൻസ്റ്റ് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ് ദ മസയ. ഇതാണ് ഗൂഗിൾ പറയുന്നത്. ലോകരാജ്യങ്ങൾ മുഴുവൻ ക്രിസ്തുവിനെതിരായി യുദ്ധത്തിന് പുറപ്പെടും. അഥവാ തന്റെ ജനമായ ഇസ്രായേലിനെതിരായി യുദ്ധത്തിന് പുറപ്പെടും. ഇസ്രായേൽ ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോകുമെന്ന് അവർക്ക് തോന്നുമ്പോൾ ആകാശമേഘങ്ങളിൽ മനുഷ്യപുത്രന്റെ വെളിപ്പാടുണ്ടാകും. എങ്ങനെ ക്രൂശിന്മേൽ ക്രൂശിക്കപ്പെട്ടവനായി മനുഷ്യപുത്രൻ കിടന്നതുപോലെ ആകാശമേഘങ്ങളിൽ മനുഷ്യപുത്രൻ വെളിപ്പെട്ടു വരുമ്പോൾ ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി, ഇസ്രായേൽ തന്റെ രക്ഷയ്ക്കായി തന്റെ പിതാവായ ദൈവത്തിങ്കിലേക്ക്, തന്റെ മശിഹായിങ്കിലേക്ക് നോക്കും. സക്രിയ പ്രവചനം 12-ാം അധ്യായം 10 മുതൽ ഉള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ കുത്തിയവങ്കിലേക്ക് നോക്കും. വെളിപ്പാട് 1-10-12 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തങ്ങൾ കുത്തിയവങ്കിലേക്ക് അവർ നോക്കുമ്പോൾ മശിഹ അവർക്ക് വേണ്ടി ആകാശമേഘങ്ങളിൽ നിറഞ്ഞു വരികയും ഒരൊറ്റ രാത്രി കൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന മഹാജാതി യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും അവരെല്ലാവരും ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ഞങ്ങളുടെ മശിഹ ഞങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് മാറത്തടിച്ചുകൊണ്ട് അവർ നിലവിളിക്കുമ്പോൾ മശിഹ ആകാശമേഘങ്ങളിൽ നിന്ന് തന്റെ ജനമായ ഇസ്രായേലിനെതിരായി യുദ്ധം ചെയ്യുന്ന ലോകരാജ്യങ്ങളിലെ നേതാക്കന്മാരോട് യുദ്ധം ചെയ്യുവാൻ ആകാശമേഖലയിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അന്നത്തെ ലീഡർഷിപ്പ് വഹിക്കുന്ന ആന്റി ക്രൈസ്റ്റിനെയും കള്ളപ്രവാചകനെയും സാത്താന്റെ സകലവിധ സൈന്യത്തെയും തന്റെ ശക്തിയാൽ അവരെ പിടിച്ച് 1000 ആണ്ടേക്ക് ബോട്ടംലെസ് പിറ്റിൽ, ആഴമില്ലാത്ത സ്ഥലത്തേക്ക്, നാശകൂപത്തിലേക്ക് അവരെ എറിഞ്ഞുകളയും. 1000 ആണ്ടേക്ക്. ഇന്ന് രാത്രി ഞാൻ ഓർമ്മിക്കട്ടെ, ഹർമഗദോൻ വാർ വിൽ ബി വിത്ത് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിനും യഹൂദന് വേണ്ടി മാത്രമുള്ള ഹർമഗദോൻ വാർ. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചു, ദ ഫസ്റ്റ് വേൾഡ് വാർ യഹൂദന് വേണ്ടി ഉണ്ടായതാണ്. ദ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ ഉടനെയാണ് ഇസ്രായേൽ എന്നൊരു രാജ്യം രൂപീകരിക്കപ്പെട്ടത്. 3-ാമത്തെ ലോകമഹായുദ്ധം യഹൂദൻ കർത്താവായ യേശുവിനെ തങ്ങളുടെ മശിഹായായി അംഗീകരിക്കേണ്ടതിന് വേണ്ടിയായിരിക്കും. 3-ാമത്തെ ലോകമഹായുദ്ധം അഥവാ ഇത് ആർമഗദോൻ വാർ. അത് സംഭവിക്കുന്നത് യഹൂദ ജാതി തങ്ങൾ കുത്തിയവങ്ങളിലേക്ക് നോക്കുവാൻ, തങ്ങളുടെ മശിഹായിലേക്ക് നോക്കുവാൻ, അവർ ക്രൂശിച്ച മശിഹായിലേക്ക് അവർ കണ്ണുകൾ ഉയർത്തുകയും അന്നവർ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് തങ്ങളുടെ മശിഹായുടെ മുമ്പിൽ നിലപാട് വീണ് അവർ ഏറ്റുപറയും, അവരുടെ വായു കൊണ്ട് ഏറ്റുപറയും, അന്ന് ഇസ്രായേൽ ജനം ഒരു ജാതി ഒരു രാത്രി കൊണ്ട് പിറക്കുമോ എന്ന് പ്രവാചകനായ യെശയ്യാവ് ചോദിച്ച പ്രവചനം 66 നിറവേറും. Praise the Lord. It's a final war between God and human government. ഹർമഗദോൻ വാറിനെ കുറിച്ച് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇറ്റ്സ് എ ഫൈനൽ വാർ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ഹ്യൂമൻ ഗവൺമെന്റ്സ്. ഇറ്റ്സ് എ ഫൈനൽ കോസ്മിക് ബാറ്റിൽ ബിറ്റ്വീൻ ഗോഡ്, ഗുഡ് ആൻഡ് ഈവിൽ.
ഇതൊക്കെ ഗൂഗിള് പറയുന്ന കാര്യമാണ്. ഇറ്റ്സ് എ ഫൈനൽ കോസ്മിക് വാർ ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഈവിൽ. പിന്നെ പറയുന്നത് ഇറ്റ് സിഗ്നിഫൈസ് ദി ട്രയംഫ് ഓഫ് റൈച്ചസ്നെസ് ആൻഡ് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഗോഡ്സ് കിങ്ഡം. ഇതൊക്കെ ഗൂഗിളിൽ നിന്ന് കിട്ടിയതാ സഹോദരങ്ങളെ. ഇറ്റ് സിഗ്നിഫൈസ് ദ ട്രയംഫ് ഓഫ് റൈച്ചസ്നെസ്, നീതിയുടെ വിജയവും ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ സ്ഥാപനവുമായിരിക്കും. അടുത്തത് ഇറ്റ്സ് എ ഫൈനൽ വാർ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ഹ്യൂമൻ ഗവൺമെന്റ്സ്. അർമഗദോൻ യുദ്ധത്തെ കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടിയതാ. ദൈവവും മാനുഷിക ഭരണകൂടങ്ങളും തമ്മിലുള്ള അവസാനത്തെ യുദ്ധം. അടുത്തത് ദ ഫൈനൽ കോസ്മിക് വാർ ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഈവിൽ, നന്മയും തിന്മയും തമ്മിലുള്ള അവസാനത്തെ ലോകരാജ്യങ്ങളുടെ യുദ്ധം. ഇത് പറഞ്ഞപ്പോ ഞാനൊരു ഭാഗം ഉൽപ്പത്തി പുസ്തകത്തിലെ ഓർത്തു പോകുകയാണ്. ഹവ്വായെയും ആദമിനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിൽ കൊണ്ടു നിർത്തിവെച്ച ദൈവം അവരോട് പറഞ്ഞു, ഈ തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ ഗൂഗിളിൽ കണ്ട ഭാഗമാണ് ഞാൻ പറഞ്ഞത്. ഇത് ഫൈനൽ കോസ്മിക് വാർ ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഈവിൾ, നന്മ തിന്മകൾ തമ്മിലുള്ള അവസാന ലോകരാജ്യങ്ങളുടെ യുദ്ധം. ലാസ്റ്റ് പോയിന്റ് ഞാൻ പറയുന്നത്, ദ ഹർമഗദോൻ വാർ സിഗ്നിഫൈസ് the triumph of righteousness and it leads to the establishment of God's kingdom. അർമഗദോൻ യുദ്ധം നീതിയുടെ വിജയവും 1000 ആണ്ട് വാഴ്ചയിലേക്ക് 1000 ആണ്ട് വാഴ്ചയാകുന്ന ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ കവാടവുമായിരിക്കുമെന്നോ. ചിന്തിക്കണമേ, അർമഗദോൻ യുദ്ധം സംഭവിക്കുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. അൺലെസ് ആൻഡ് അണ്ടിൽ ദ ചർച്ച് ഗെറ്റ് റാപ്ചേർഡ് ഇൻടു ഹെവൻ, ദൈവസഭ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുന്നതിന് മുമ്പേ ഇന്ന് ആരെന്തെല്ലാം പ്രവചനങ്ങൾ നടത്തിയാലും ആരെന്തെല്ലാം പഠിപ്പിച്ചാലും ശരി, കർത്താവിന്റെ വരവ് സംഭവിക്കുന്നതിന് മുമ്പേ ലോകത്തിൽ 3-ാം ലോകമഹായുദ്ധം സംഭവിക്കുകയില്ല. കാരണം 3-ാം ലോകമഹായുദ്ധം സംഭവിക്കുന്നത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മഹോപദ്രവ കാലഘട്ടത്തിന്റെ അവസാന കാലഘട്ടത്തിലായിരിക്കും. അതുകൊണ്ടാണ് ശക്തമായും യുക്തമായും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത്, 3-ാം ലോകമഹായുദ്ധം, ദ ലാസ്റ്റ് കോസ്മിക് വാർ, ഇറ്റ്സ് നെയ്മഡ് ആസ് ദി ഹർമഗദോൻ വാർ. യഹോശാഫാത്ത് താഴ്വരയിൽ നടക്കാൻ പോകുന്ന ഹർമഗദോൻ യുദ്ധമാണ് ലോക രാജ്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന 3-ാം ലോകമഹായുദ്ധം. ആ 3-ാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നത് അത് മഹാപീഡന കാലഘട്ടത്തിന്റെ അവസാനത്തെ പീരീഡിലായിരിക്കും. മഹാപീഡനകാലം ആരംഭിക്കുന്നതിന് മുമ്പ് ദൈവസഭ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. ദൈവസഭ ആകാശമേഘങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് 7 വർഷക്കാലം ആകാശമേഘങ്ങളിലായിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ ഒരു ജാതി ഉണ്ടായത് മുതൽ ഇതുവരെ സംഭവിക്കാത്തതും ഇനി മേലാൽ സംഭവിക്കാത്തതുമായ മഹാ കഷ്ടകാലം യഹൂദന് വേണ്ടി സംഭവിക്കും. അത് ദാനിയേൽ പ്രവചനം രേഖപ്പെടുത്തിയിരിക്കുന്ന യഹൂദന്റെ പ്രവചന കാലഘട്ടത്തിന്റെ അവസാനത്തെ ആഴ്ചവട്ടമായ 70-ാം ആഴ്ചവട്ടമായിരിക്കും. ഈ 70-ാം ആഴ്ചവട്ടം ആരംഭിക്കുന്നതിന് മുമ്പേ ദൈവസഭ ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെട്ടിരിക്കും. ദൈവസഭ ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെടുമ്പോ എന്റെ പ്രിയപ്പെട്ട കേൾവിക്കാരെ,
കർത്താവിന്റെ വരവ് ഇതാ വേഗം അടുത്തിരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് പറയുക, ഇതാ ഞാൻ വേഗം വരുന്നു, നിനക്കുള്ളത് മറ്റുള്ളവരെടുക്കാതിരിപ്പാൻ നീ സൂക്ഷിച്ചുകൊള്ളുക. യോഹന്നാനോട് പറഞ്ഞു, ഇവിടെ കയറി വരുവീ, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിന്നെ അറിയിക്കാമെന്ന് പറഞ്ഞു യോഹന്നാനെ ആകാശമേഘങ്ങളിലേക്ക് വിളിച്ചു. യോഹന്നാൻ is the first representative of the church. ദൈവസഭയുടെ ഒന്നാമത്തെ പ്രതിനിധി എന്ന വണ്ണം യോഹന്നാനെ ആകാശമേഘങ്ങളിലേക്ക് ക്ഷണിക്കുന്നതോടുകൂടെ ആകാശമേഘങ്ങളിൽ ദൈവസഭ എടുക്കപ്പെടും. ആ ദൈവസഭയുടെ എടുക്കപ്പെടലില്ല, ദൈവസഭയുടെ പുനരുത്ഥാനത്തിൽ, ദൈവസഭയുടെ ഉൾപ്രമാണത്തിൽ നമുക്ക് കാണപ്പെടുവാനായി ഇടയായി തീരട്ടെ. അതിനായി ദൈവസഭയെ ഒരുക്കുവാനാണ് പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ ഇപ്പൊ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. 2 ദിവസം ലേഖനം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വഴിയിൽ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകണം. വഴിയിൽ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകണം. നീങ്ങിപ്പോയി കഴിഞ്ഞാൽ ഉടനെ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. The son of sin, the son of lawlessness. അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അധർമ്മമൂർത്തി വെളിപ്പെട്ടു വന്നു കഴിയുമ്പോൾ അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് പൂജാ വിഷയമെന്നോ ആരാധന വസ്തുവെന്നോ ജനത്തെ ആരാധനയിലേക്ക് നയിക്കും. അവരെ ആരാധനയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാന നാളിൽ എന്റെ ജനമായ ഇസ്രായേൽ തങ്ങളുടെ മശിഹായിലേക്ക് നോക്കിയും മശിഹ ആകാശമേഘങ്ങളിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞതിന് ശേഷമായി അവരെ തന്റെ വായിലെ ശ്വാസത്താൽ ദഹിപ്പിച്ചു കളയുകയും ചെയ്യും. ഇത് 1000 ആണ്ട് വാഴ്ചയുടെ അവസാന കാലഘട്ടം സംഭവിക്കും. 1000 ആണ്ടേക്ക് സാത്താനെ പിടിച്ചു ബന്ധിക്കും. സാത്താനെയും കള്ളപ്രവാചകനെയും മൃഗത്തെയും 1000 ആണ്ടേക്ക് അഗാധ കൂപത്തിൽ പിടിച്ചു കെട്ടിയിടും. 1000 ആണ്ട് കഴിയുമ്പോ, 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോ ഇവനെ വീണ്ടും അഴിച്ചുവിടും. അവനെ അഴിച്ചുവിട്ട് കഴിയുമ്പോൾ ഈ ഭൂമിയിൽ അവൻ ക്രിസ്തുവിനെതിരായി വീണ്ടും ഒരു യുദ്ധമുണ്ടാകും. ആ യുദ്ധത്തിൽ കർത്താവായ യേശു ക്രിസ്തു തന്റെ വായിലെ ശ്വാസത്താൽ സാത്താനെയും കള്ളപ്രവാചകനെയും ആന്റിക്രൈസ്റ്റിനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അവന്റെ അവസാനം തീപ്പൊയ്കയിലായിരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഞാൻ എന്റെ വാക്കുകളുടെ ചുരുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ കേൾവിക്കാരെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ആകയാൽ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടാം. ദൈവസഭയോടുകൂടി എടുക്കപ്പെടുവാൻ ഇതുവരെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, ഇതുവരെ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അന്ത്യകൽപ്പനയായ സ്നാനം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, വെള്ളത്തിൽ മുങ്ങി കർത്താവായ യേശുവിനെ ഇതുവരെ സ്നാനം സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, ഇതുവരെ നിങ്ങൾ ക്രിസ്തുവിന്റെ മണവാട്ടി സഭയുടെ യഥാർത്ഥ അംഗമായി തീർന്നിട്ടില്ല എങ്കിൽ, ഞാൻ നിങ്ങളെ കർത്താവിന്റെ വചനത്തിൽ ഉത്ബോധിപ്പിക്കുന്നു. ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാദിവസം. മാനസാന്തരപ്പെടുക, രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, വിശുദ്ധ ജീവിതം നയിക്കാം. കർത്താവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങിയിരിക്കാം. കർത്താവ് നമ്മളെ ചേർക്കുവാൻ ആകാശമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുവാൻ സമയം. ആകയാൽ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ ഭാഗത്തോടുകൂടെ ഞാൻ 70-ാം ആഴ്ചവട്ടം എന്ന സ്റ്റഡീസ് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. കർത്താവ് അനുവദിച്ചാൽ ഈ ഫ്രൈഡേ മുതൽ ചാപ്റ്റർ 5 ഓഫ് ബുക്ക് ഓഫ് റെവലേഷൻ വിൽ ബി ഡിസ്കസിംഗ് ഫ്രം ദിസ് ഫ്രൈഡേ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഇന്ന് രാത്രിയുടെ വേളയിൽ എല്ലാ കേൾവിക്കാരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എളിയവനെ അനുഗ്രഹിക്കുന്ന കർത്താവ്, ആരും നഷ്ടപ്പെട്ടു പോകാതെ യേശു കർത്താവിനെ സ്വന്തം രക്ഷമായി സ്വീകരിച്ച്, യേശുവിന്റെ അന്ത്യകൽപ്പനയായ വിശുദ്ധ സ്നാനം സ്വീകരിച്ച്, വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ എതിരേൽപ്പാൻ ആകാശമേഖലയിൽ എടുക്കപ്പെടുന്ന ദൈവസഭയോടുകൂടി എടുക്കപ്പെടേണ്ടതിന് കർത്താവ് കേൾവിക്കാരെല്ലാവരെയും ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും
പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രിയ പിതാവേ. This is Pastor Sunny K. Thomas signing off from Changanur. We will meet on Friday with the chapter 5th of the book of Revelation. That Almighty God give you all the blessings. Amen, amen, amen.